2015 ജൂലൈ 28 മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന വാർത്ത. ഓർമ്മച്ചിറകിൽ കലാം. മുൻ രാഷ്ട്രപതിയുടെ അന്ത്യം ഷില്ലോങ്ങിൽ. പൊതുചടങ്ങിനിടെ കുഴഞ്ഞു വീണു. മൃതദേഹം ഇന്ന് ഡൽഹിയിലെത്തിക്കും. ഒരാഴ്ചത്തെ ദുഃഖാചരണം. ഷില്ലോങ്, മേഘാലയ. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തെ ഉയരങ്ങളിലെത്തിച്ച ലോകോത്തര ശാസ്ത്രജ്ഞനും രാജ്യത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തിന്റെ പ്രതീകവുമായ ഭാരതരത്ന ഡോക്ടർ APJ അബ്ദുൽ കലാം 84 അന്തരിച്ചു. ഷില്ലോങ്ങിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടെ ഇന്നലെ വൈകിട്ട് 6:52 ഹൃദയാഘാതം മൂലം കുഴഞ്ഞു വീണ ഡോക്ടർ കലാമിനെ ഉടൻ തന്നെ നഗരത്തിലെ ബദനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും താമസിയാതെ അന്ത്യം സംഭവിച്ചു. രാത്രി 9 മണിയോടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. വിക്രം സാരാഭായ്ക്കു ശേഷം ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ മുന്നോട്ട് നയിച്ച കലാം ഈ രംഗത്ത് രാജ്യം കൈവരിച്ച എല്ലാ നേട്ടങ്ങളുടെയും അണിയറ ശില്പിയായിരുന്നു. ഉറവ പറ്റാത്ത നൂതന ആശയങ്ങളുടെയും തളരാത്ത ബുദ്ധി വൈഭവത്തിന്റെയും ജ്വലിക്കുന്ന ആത്മവിശ്വാസത്തിന്റെയും ഉജ്ജ്വല പ്രതീകമായിരുന്ന അദ്ദേഹം അവസാന ശ്വാസം വരെ രാജ്യത്തിന്റെ ശാസ്ത്ര പുരോഗതിയും അതുവഴിയുള്ള സാധാരണ ജനങ്ങളുടെ ഉയർച്ചയും സ്വപ്നം കണ്ടു. രാജ്യാന്തര സമ്മർദ്ദവും ഉപരോധ ഭീഷണിയും അവഗണിച്ച് 1998 ഇന്ത്യ 2ാം തവണ ആണവ പരീക്ഷണത്തിന് തീരുമാനിച്ചപ്പോൾ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പൂർണ്ണ ചുമതല ഏൽപ്പിച്ചത് ഡോക്ടർ കലാമിനെയായിരുന്നു. 1998 മെയ് 11 വരെ പൊക്രാൻ മരുഭൂമിയിലെ കൊടുംചൂടിൽ ആഴ്ചകളോളം വേഷപ്രച്ഛന്നനായി താമസിച്ച് ആ ദൗത്യം അദ്ദേഹം വിജയകരമായി പൂർത്തിയാക്കി. മിസൈൽ സാങ്കേതികവിദ്യയിലും ആണവോർജ വികസനത്തിലും ഇന്ത്യ കൈവരിച്ച എല്ലാ നേട്ടങ്ങളുടെയും ഒരു പങ്ക് ഭാരതീയ പാരമ്പര്യത്തിന്റെ മഹിമയിൽ ഊറ്റം കൊണ്ട അബ്ദുൽ കലാം എന്ന ഉത്തമപുത്രന് അവകാശപ്പെട്ടതാണ്. 1980 രോഹിണി ദൗത്യം മുതൽ PSLV വരെയുള്ള എല്ലാ മുന്നേറ്റങ്ങളിലും അദ്ദേഹം അമരക്കാരനായി. രാജ്യത്തിന്റെ തെക്കേ മൂലയായ രാമേശ്വരത്ത് ജനിച്ച് ലോകമെങ്ങും അറിയപ്പെട്ട കലാം രാജ്യാന്തര തലത്തിൽ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയിരുന്നു. പൊക്രാൻ ആണവ പരീക്ഷണത്തിന്റെ നാളുകളിൽ പാക് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മാഡ് ഇന്ത്യൻ സയന്റിസ്റ്റ് എന്നായിരുന്നു. 3 പതിറ്റാണ്ടോളം നീണ്ട നിസ്വാർത്ഥ രാജ്യസേവനത്തിനുള്ള അംഗീകാരമെന്നോണം 2002 ഡോക്ടർ കലാമിനെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തു. ഭാരതരത്ന, പത്മവിഭൂഷൺ ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. മൃതദേഹം ഷില്ലോങ്ങിൽ നിന്ന് ഇന്നു രാവിലെ ഹെലികോപ്റ്ററിൽ ഗുവാഹത്തിയിൽ എത്തിക്കും. അവിടെ നിന്ന് ഡൽഹിയിൽ കൊണ്ടുവന്ന് രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. കബറടക്കം രാമേശ്വരത്ത് നടത്തണമെന്നാണ് കുടുംബാംഗങ്ങൾ താൽപ്പര്യപ്പെടുന്നത്. ആദരസൂചകമായി കേന്ദ്ര സർക്കാർ 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. IIMൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ മുൻ രാഷ്ട്രപതിയുടെ ജീവൻ നഷ്ടപ്പെട്ട നിലയിലായിരുന്നുവെന്ന് ബദനി ആശുപത്രിയുടെ ഡയറക്ടർ ജോൺ സാലിയോ റിന്ദാത്തിയാങ് പറഞ്ഞു. ഷില്ലോങ്ങിലെ സൈനിക യൂണിറ്റിൽ നിന്ന് ഡോക്ടർമാർ എത്തിയെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവിവാഹിതനായ ഡോക്ടർ അബ്ദുൽ കലാമിന് യുവാക്കളും കുട്ടികളുമായുള്ള സംവാദം എന്നും ഹരമായിരുന്നു. ഖബറടക്കം നാളെ രാമേശ്വരത്ത്. ന്യൂഡൽഹി. APJ അബ്ദുൽ കലാമിന്റെ അന്ത്യവിശ്രമം നാളെ അദ്ദേഹത്തിന്റെ ജന്മനാടായ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഖബറടക്കത്തിൽ പങ്കെടുക്കും. കർണാടകത്തിലായിരുന്ന രാഷ്ട്രപതി പ്രണബ് മുഖർജി പരിപാടികൾ റദ്ദാക്കി ഡൽഹിക്ക് മടങ്ങി. രാമേശ്വരത്ത് ഖബറടക്കം നടത്തണമെന്ന് കലാമിന്റെ ബന്ധുക്കൾ അഭ്യർത്ഥിച്ചിരുന്നു. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ അബ്ദുൽ കലാമിനെ പഠിപ്പിച്ച മണ്ണാണ് രാമേശ്വരം. സേതുബന്ധനത്തിന്റെയും പാമ്പൻ പാലത്തിന്റെയും നാട്. രാമേശ്വരത്തെ ശിവക്ഷേത്രത്തിന് സമീപമുള്ള മോസ്ക് സ്ട്രീറ്റിൽ ചുണ്ണാമ്പുകല്ലും ഇഷ്ടികയും കൊണ്ട് നിർമ്മിച്ച പഴയൊരു വീട്ടിലാണ് 1931 APJ അബ്ദുൽ കലാം ജനിച്ചത്. ബോട്ടുടമയായ MB ജൈനുലാബ്ദീന്റെ മകനായി ജനിച്ച അബ്ദുൽ പിന്നീട് തമിഴ്നാടിന്റെ റോക്കറ്റ് വിജ്ഞാനിയായി. ഭാരതത്തിന്റെ സ്വപ്നങ്ങൾ ആകാശത്തോളം ഉയർത്തി. രാമേശ്വരം സന്ദർശിക്കുന്നവർ ഇപ്പോഴും കലാമിന്റെ വീട് തേടിയെത്തുന്നു. ജനകീയനായ രാഷ്ട്രപതിയുടെ ജന്മബന്ധം തേടുന്ന തീർത്ഥയാത്രകൾ പോലെ. രാമേശ്വരത്ത് നിന്ന് രാജ്യത്തിന്റെ മിസൈൽ പദ്ധതിയിലേക്കും അവിടെ നിന്ന് രാഷ്ട്രപതി ഭവനിലേക്കും വളർന്നപ്പോഴെല്ലാം കുട്ടിക്കാലം കലാമിന്റെ കൂടെ ഉണ്ടായിരുന്നു. മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ചെറുബോട്ടുകൾ വാടകയ്ക്ക് കൊടുത്ത് വരുമാനമാർഗം കണ്ടെത്തിയിരുന്ന ജൈനുലാബ്ദീന്റെയും ആഷിയാമ്മയുടെയും ഇളയ മകനായിരുന്നു കലാം. അനുശോചന പ്രവാഹം.
ന്യൂഡൽഹി. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ സ്മരണയ്ക്ക് മുന്നിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരടക്കം ഇന്ത്യൻ ജനതയുടെ പ്രണാമം. രാഷ്ട്രപതി പ്രണബ് മുഖർജി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക മേഖലയെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ നിസ്തുല സംഭാവന ചെയ്ത മഹാനെയാണ് നഷ്ടമായതെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞു. ഡോക്ടർ കലാമിനോട് വളരെ അടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ വളരെ പ്രയോജനപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവർത്തനവും വരും തലമുറകളും സ്മരിക്കും. AK ആന്റണി. കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് ഏതൊരു മലയാളിയേക്കാളും താൽപര്യത്തോടെ ചിന്തിക്കുകയും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്ത മഹാൻ. അവസാന നിമിഷം വരെ കർമ്മയോഗിയായിരുന്നു. പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിൽ ഇത്രയേറെ ശ്രദ്ധിച്ച മറ്റൊരു നേതാവില്ല. കുട്ടികളുമായി മണിക്കൂറുകളോളം ചെലവഴിക്കാൻ ഒരു മടിയും കാട്ടിയിരുന്നില്ല. നിരന്തരമായി തലമുറയുമായി സംവദിച്ച മറ്റൊരു നേതാവില്ല. ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. BJP അധ്യക്ഷൻ അമിത് ഷാ, ഗവർണർ P സദാശിവം, CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ, BJP സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ, വയലാർ രവി MP എന്നിവരും അനുശോചിച്ചു.